how to save a presentation. On the file tab, click on Save As. See, now we cannot share the screen because PowerPoint is not there in this lab, so I cannot share. But see, last week I open click you can see in that page number 85 first figure. File open PowerPoint open file save as open close info recent new print save and send help option exit. Like this, so many options are there. If you click on file click save under save as under. If you want Shamila ingot. Okay. If you want to click on save, if you want to save the file, we can click on save. നമുക്ക് സേവ് ചെയ്യാനാണെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവില് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് അല്ലെങ്കിൽ നമുക്ക് സേവ് ആസ് കൊടുക്കുക, ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. നമ്മളോട് ഫയൽ നെയിം ചോദിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഓരോ ഡോക്യുമെന്റ്സും ഓരോ ഫയൽസും നമ്മൾ സേവ് ചെയ്യുന്ന സെയിം മെത്തേഡ് ഉള്ളി. ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ്, then they will ask the name. What name should be given? നമുക്കറിയാം എന്തിനാ നെയിം കൊടുക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നെ. Why should we give a name for the file or documents? Why should we give a name? എന്തിനാ നെയിം കൊടുക്കുന്നേ? Next time if we want to open that, we should know the name, isn't it? ഇപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേരൻസ് എന്തിനാ നെയിം തന്നിരിക്കുന്നത്? എല്ലാവർക്കും നെയിം ഇല്ലേ ഇവിടെ? ഇല്ലേ? യെസ്. ആദിദേവ് എന്നൊരാക്കുണ്ട്, ശ്രീദേവ് എന്നുണ്ട്, ആരോണുണ്ട്, എബിന്നുണ്ട്, ഷെഫിന്നുണ്ട്, സൂര്യദേവനുണ്ട്, ആഗ്നസ് ഉണ്ട്, ഷംവീലുണ്ട്, അൽനയുണ്ട്, കൃപാമേരി, ക്രിസ്റ്റി, ഫാത്തിമ, ആഷിൻ, നിഹാല്, ദേവാഞ്ജന. Like that way, your parents have given name for each and everyone, isn't it? And you know that in olden time there were 12 children, 10 children, 9 children and all for the old parents. But nowadays you people are only 2 or 1, isn't it? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോട് ചോദിച്ചു നോക്കിയേ, അവരുടെ വീട്ടിൽ എത്ര മക്കൾ ഉണ്ടായിരുന്നു? They will tell that they had 10 children, they had 12 children. And one of my neighbor, one old woman, she had 11 children, and she had 11 children. One of her son had passed away 3 years or 4 years ago. 4 വർഷം മുമ്പ് അമ്മച്ചിയുടെ ഒരു മോൻ മരിച്ചുപോയി. ബാക്കി 10 children are there. അമ്മച്ചിക്ക് ഒത്തിരി വയസ്സായി. അവരുടെ മൂത്ത മോൻ ഇപ്പം തന്നെ ഒരു 60 yearsന് മേളിലായി. 60 അല്ല, 65-70 years ആയിട്ടുണ്ടാവും മൂത്ത മോന്. അമ്മച്ചിക്ക് നല്ല ഏജിലാണ്, നിയർലി 85-90 years ആയിട്ടുണ്ട്. അപ്പൊ 10 മക്കളുണ്ടായിരുന്നു അമ്മച്ചിക്ക്. 11 ഉണ്ടായിരുന്നു, അതിൽ ഒരു മോൻ ഇപ്പം മരിച്ചുപോയി. പക്ഷെ ഒരു 3 years 4 years ആയിട്ടുള്ളൂ. ഈ 11 മക്കൾക്കും ഈ അമ്മച്ചി പേരിട്ടില്ലേ? Why should she give name for each and every child? ഇല്ലെങ്കിൽ പിന്നെ ആരെയാ വിളിക്കുന്നേ എന്ന് മനസ്സിലാവുമോ? ഈ 11 മക്കളുണ്ട്, 11 മക്കൾക്കും പേരില്ല എന്നറിയില്ല. ഇപ്പൊ നിങ്ങളുടെ മമ്മിക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിൽ, ഫുഡ് കഴിക്കാൻ വിളിക്കണമെങ്കിൽ, എന്തിനേലും, അപ്പൊ മമ്മി നിങ്ങളെ പേര് ചൊല്ലിയല്ലേ വിളിക്കുന്നത്. Many of you have nicknames at home. നിങ്ങൾക്കൊരു പെറ്റ് നെയിം ഉണ്ടാവും വീട്ടില്, അപ്പു, മുത്തു, കുച്ചു, കിച്ചു എന്നൊക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ആ നെയിം your parent and relatives, neighbors and all will call. When you come to school and officially you will have another name. And each and everyone is having separate name. ഇപ്പൊ ഞാൻ പറഞ്ഞ 11 മക്കളുള്ള അമ്മച്ചിയുടെ മക്കൾ ആർക്കും ഒരേപോലെ പേര് വന്നില്ല. 11 പേരാണ് അവർക്കുണ്ടായിരുന്നത്. 11 names for the 11 person also, 11 children also. Children means ഇപ്പൊ അവരുടെ ചിൽഡ്രൻ ഒന്നുമല്ല, ഇപ്പൊ അവർക്ക് ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ആയി. അത്രയും പ്രായം ഉണ്ട് അമ്മച്ചിക്ക് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, why should we give a name for any file that we are saving or any documents that we are saving? എന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സിനും പേര് കൊടുക്കുന്നത്? കാരണം നമ്മൾ സേവ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റീയൂസ്. We want to use again and again that. അല്ലെ, നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ സേവ് ചെയ്ത് വെക്കുന്നതിന് ഒരു നെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം വി ക്യാൻ ഓപ്പൺ ദാറ്റ്. അതിന് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനൊരു പേര് വേണം.
നമുക്കൊക്കെ ഇപ്പൊ അധികം ഫയൽസ് ഒന്നും നമ്മുടെ ഈ ലാപ്പിലൊന്നും കാണില്ല, എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം വലിയ വലിയ ഓഫീസുകളൊക്കെ ഒരുപാട് ഫയൽസുകൾ ഉണ്ടാകും. സോ അവർക്ക് ഈ നെയിം ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ പറ്റുമോ ഇതെല്ലാം കൂടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. സേവ് ചെയ്യാം, പക്ഷെ നെയിം ഇല്ല എങ്കിൽ ഇതിൽ ഏതാണ് എനിക്ക് ഇനി അടുത്ത തവണ ഓപ്പൺ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സോ in order to identify that which file should be opened or which is the certain file, we should know, we should have a name for that. Then only next time when we open that, we can understand this is the file which I was mentioning to open. ഇതായിരുന്നു ഞാൻ തുറക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫയൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? So here if we go to file, if you want to save, we will go to file and click on save or save as. സേവ് അല്ലെങ്കിൽ സേവ് ആസ് എന്ന ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സേവ് എന്ന ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർ സേവ് ആസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ they will ask a name for that. അതിന് പേര് ചോദിക്കും, നമ്മൾ പേര് ടൈപ്പ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. കമ്പ്യൂട്ടർ will not tell any name. Instead we can type the name which we want, we can type. നമുക്ക് ആവശ്യമുള്ള ഫയല് അല്ല സോറി നെയിം നമുക്ക് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ എന്താ ഇവിടെ ആദിദേവിനെ വീട്ടിൽ എങ്ങനെയാ മോനെ വിളിക്കുന്നേ? How do your mummy call you at home? Adi. Okay, very good. Sridev, how do your mummy call you at home as pet name? Dev, very good. Aaron, how your mummy calls you at home? ആരോന്റെ മമ്മി എങ്ങനെയാ മോനെ വീട്ടിൽ വിളിക്കുന്നേ? ആരോൺ തന്നെയാണോ വിളിക്കുന്നേ? ഡോണ്ട് യു ഹാവ് എനി പെറ്റ് നെയിം? പെറ്റ് നെയിം ഒന്നുമില്ല? അപ്പൂന്നോ കിച്ചുന്നോ കൂട്ടാന്നോ മുത്തേന്നോ അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ഷമ്മു അല്ലേ? ഒന്നുമില്ല. ഷമ്മീൽ എന്നാണോ മമ്മി വിളിക്കുന്നേ? മമ്മദേന്നോ? ഉമ്പടോ മുഹമ്മദ് ഷമീൽ. സോ മമ്മദ്. ഓക്കെ, ഗുഡ്. ഷഫി, how do your mummy calls you? ഷഫീന. ഓഹോ, no other name. Okay, good. സൂര്യദേവ് ശ്രീദേവ് അല്ലേ പറഞ്ഞ? സൂര്യദേവിനെയോ എങ്ങനെ മമ്മി വിളിക്കുന്നേ? How your mummy calls you? സൂര്യ. വെരി ഗുഡ്. ഒരാൾ അവിടെ ആദി, സൂര്യ, ദേവ്, അരുൺ ഇല്ല, മുഹമ്മദ്, ഷഫി തന്നെ. ഓക്കെ. ആഗ്നസ്, how do your mummy call you? മിന്നു. ഗുഡ്. അൽന, you, what about you? അച്ചു. കൃപ മേരി, what about you my dear? കൃപ സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. കൃപ മോളെ കേൾക്കുന്നുണ്ടോ? കൃപ, can you hear my dear? മോളെ കേൾക്കുന്നുണ്ടോ? Can you answer? How your mummy call you at home? എങ്ങനെയാ മോളെ വിളിക്കുന്ന മമ്മി വീട്ടില്? കൃപാൻ തന്നെയാണോ വിളിക്കുന്നേ? Do you have any pet name? കുഞ്ഞാറ്റ. ഓക്കെ. എന്തെല്ലാം പേരുകളാ ഞാൻ ഈ കേൾക്കുന്നത്. ദേവാഞ്ജന, what about you my dear? എന്തുവാ? മണിക്കുട്ടി. ഓക്കെ. നിഹാൽ, നിച്ചു. ഓക്കെ. ആഷിൻ, വാട്ട് അബൌട്ട് യു? മമ്മിക്ക് അവിടെ ചിരിയൊക്കെ വരുന്നുണ്ട് പേര്. ആഷിനെ എങ്ങനെ മമ്മി വിളിക്കുന്നേ? കുട്ടു. കറക്റ്റ്. ഞാൻ ഓർക്കുന്നു. ശരി. എബിൻ ബിജുവേ, ഇങ്ങോട്ട്. മോനെ എങ്ങനെയാ മമ്മി വിളിക്കുന്നേ? ഉണ്ണി. ക്രിസ്റ്റി സിൻഡോ. ക്രിസ്റ്റിയുടെ വീഡിയോ ഓഫ് ആണല്ലോ. ക്രിസ്റ്റി, can you hear me? ക്രിസ്റ്റി മോനെ, he is stuck I think. കേൾക്കുന്നില്ല. വീഡിയോ ഓഫ് ആണ്, ഓഡിയോ ഓഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ, can you hear?
ക്രിസ്റ്റി എന്തോ പറയാൻ. ക്രിസ്റ്റി മോനെ ഒന്നും മനസ്സിലായില്ലട മുത്തേ. ക്രിസ്റ്റി പോയോ? ഓക്കെ. ഫാത്തിമ ഒന്ന് മൂവ് ചെയ്തായിരുന്നു, എന്ത് മനസ്സിലാവുന്നില്ല മോളെ. ഓക്കെ, രണ്ടുപേരും നമുക്ക് സ്റ്റക്ക് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, കുറെ പുതിയ നെയിംസ് കിട്ടി അല്ലേ? എനിവേ, ഇവിടെ നമ്മുടെ ഫയൽ ഞാൻ വെറുതെ നിങ്ങളോടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരുടെ ഒക്കെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ ഇപ്പൊ ഞങ്ങൾ അതിലേക്ക് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആ പേരിൽ വേണ്ട വിളിക്കാൻ. എന്താ മണിക്കുട്ടിന്നും, പിന്നെന്താന്ന് നിച്ചുന്നും, പിന്നെന്തായിരുന്നു പറഞ്ഞേ കുഞ്ഞാറ്റ, അങ്ങനെ കുറെ പുതിയ നെയിംസ് അല്ലേ നിങ്ങൾ പറഞ്ഞേ. ഓക്കെ ശരി. അപ്പൊ എന്താ ഞാൻ ഇങ്ങനെ ചോദിച്ചെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള അപ്പു അല്ലേ? ഓക്കെ, ക്രിസ്റ്റീസിന്റെ എന്തോന്ന് പറഞ്ഞ അപ്പൂന്ന്. ആ ശരി. ഫാത്തിമ ലൈനിൽ നിന്ന് പോയി, ഫാത്തിമേനെ കിട്ടിയിട്ടില്ല. ശരി, എന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന് നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ എന്ത് പേര് വേണേലും കൊടുക്കാം. അപ്പൂന്നോ മുത്തേന്നോ എന്താ കുഞ്ഞാറ്റെന്നോ കുഞ്ഞിക്കിളിന്നോ എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കമ്പ്യൂട്ടർ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ നമ്മ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കുള്ള പോലെ 2-3 പേരൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. when we reopen it we should give that same name that we have saved. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരെ ആദിന്നും പിന്നെ എന്തായിരുന്നു ശ്രീദേവ് പറഞ്ഞേ ദേവ് അല്ലെ, ദേവെന്നും ഒക്കെ വിളിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ അങ്ങനെ വിളിച്ചാലും നിങ്ങൾ വിളി കേൾക്കും. ഇതുപോലെ നിങ്ങളുടെ ഫുൾ നെയിം വിളിച്ചാലും വിളി കേൾക്കും. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ ഈ പേരൊന്നുമല്ല നിങ്ങളെ വിളിക്കുന്നേ, നിങ്ങളുടെ ഒറിജിനൽ ഒഫീഷ്യൽ ആയിട്ട് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെയായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. ആഗ്നസിനെ ആഗ്നസ് എന്നും, സൂര്യദേവ്, ഷെഫി, അൽന അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് മറ്റേ പേരിൽ വിളിച്ചാലും നിങ്ങൾ വിളി കേൾക്കും. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേരന്റ് അങ്ങനെ ഒരു പേരിൽ കൂടിയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് നെയിം. ബട്ട് ഇൻ കമ്പ്യൂട്ടർ വിൽ അക്സെപ്റ്റ് ഓൺലി വൺ നെയിം, ദാറ്റ് വിച്ച് വി ഹാവ് സേവ്ഡ്. നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ആ പേര് മാത്രമേ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് വിത്തൗട്ട് ഈവൻ എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ വേണം കമ്പ്യൂട്ടർ. കാരണം കമ്പ്യൂട്ടറിന് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അതിനകത്ത് ഓൾറെഡി എന്താണോ ഉള്ളത് ദാറ്റ് ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ സപ്പോസ് ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചു. എന്താ നിങ്ങൾ 4th സ്റ്റാൻഡേർഡിലെ ഇഫ് ഐ ഹാവ് സേവ്ഡ് ദ ഫയൽ ഇൻ ദ നെയിം ഓഫ്, അയ്യോ ആരാണ് your baby is climbing on that showcase. Look at back. He has just climbed down. He may fall down. Okay, Aaron, someone has come to take it. ഇപ്പൊ നമ്മള് ഒരു പേരിൽ സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പേരിൽ അപ്പു എന്നൊരു പേരിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക, APPU അപ്പു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതേ സ്പെല്ലിംഗ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വാട്ട് ഈസ് ആഷ്യൻ? ആഷ്യൻ ഈസ് റൈസിംഗ് ദ ഹാൻഡ്. വാട്ട് ഹാപ്പൻ മൈൻഡ് ഫാസ്റ്റ്ലി? ക്വസ്റ്റ്യൻ ആൻസറിന്റെ കാര്യം മുമ്പേ പറഞ്ഞു. ചേട്ടായി എവിടെയായിരുന്നു? ഞാൻ പകുതി ടൈപ്പ് ചെയ്തു, ബാക്കി ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. കേട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, എട്ടാം പാഠത്തിൽ ഞാൻ പകുതി മിച്ചം കഴിഞ്ഞു. ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സെൻഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു. അല്ല സോറി, നമ്മള് പ്രസന്റേഷൻ നമ്മൾ പ്രസന്റ് ചെയ്ത നമ്മുടെ പ്രസന്റ് എന്താണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് നമ്മുടെ ആഡ് അല്ലെങ്കിൽ പ്രസന്റേഷൻ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് അല്ലെങ്കിൽ സേവാസിൽ പോയി ക്ലിക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. രണ്ടില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നെയിം ചോദിക്കും. ഫയൽ നെയിം ക്ലിക്ക് ചെയ്യുന്നു. താഴെ നിങ്ങൾക്ക് നോക്കാം, അതേ ചിത്രത്തിൽ തന്നെ ഫസ്റ്റ് ഉള്ള പേജ് 85-ലുള്ള ആദ്യത്തെ ചിത്രത്തില് സേവ് അല്ലെങ്കിൽ സേവാസിൽ കഴിയുമ്പോൾ മൈ ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ, എന്നിട്ട് നമ്മളോട് ഇവിടെ താഴെ ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. ഫയൽ നെയിം അപ്പൊ ഇവിടെ എന്താണ് പ്രസന്റേഷൻ 1 ആണ് അവർ കൊടുത്തേക്കുന്നത്. അങ്ങനെ ആദ്യം വരും, പ്രസന്റേഷൻ ആയതുകൊണ്ട് പ്രസന്റേഷൻ 1 എന്ന് പേര് വരും. ഇനി നമുക്ക് ഇഫ് യു വാണ്ട് ടു സേവ് ദാറ്റ് ഇൻ ദാറ്റ് സെയിം നെയിം we can save in the same name, but if you want to change name we can change. നമുക്ക് വേറെ പേര് വേണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ക്ലിക്ക് ഓൺ ദാറ്റ് സേവ്. അതിന്റെ താഴെ സേവ് എന്ന് കണ്ടല്ലോ നിങ്ങൾ. പേജ് 8 ഈ ചിത്രം കാണുന്നില്ലേ? കണ്ടോ? ഓക്കെ, ഇവിടെ നമ്മൾ ഫയൽ നെയിം ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഹിയർ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, 2 എണ്ണം ഉണ്ട്, സേവ് ക്യാൻസൽ. സോ വി ക്യാൻ ക്ലിക്ക് ഓൺ സേവ്. സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി സേവ് ആസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ, ഇഫ് യു ആർ ക്ലിക്കിംഗ് ഓൺ സേവ് ആസ്,
that will be saved on the desktop. അത് ഡെസ്ക്ടോപ്പിലായിരിക്കും സേവ് ആയി കിടക്കുന്നത്. മനസ്സിലായോ? സേവാസിൽ ക്ലിക്ക് ചെയ്ത് സെയിം പോലെ ഇതേപോലെ തന്നെ നെയിം ചോദിക്കും. നെയിമിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തു കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിൽ കിടക്കും. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി വരുമ്പോൾ തന്നെ ഡെസ്ക്ടോപ്പിൽ സംഭവം കിടപ്പുണ്ടാവും. പക്ഷെ നമ്മൾ സേവ് ആണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ എവിടെ ഉണ്ടാകും? ഫയലിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് യു ആർ ക്ലിക്കിംഗ് ഓൺ സേവ് ആസ്, ഇറ്റ് വിൽ ബി സേവ്ഡ് ഓൺ ദി ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിലായിരിക്കും. If you have clicked on the save, it will be clicked on the it will be saved in the file. ഫയലിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ അവിടെ തന്നെ നിങ്ങൾ നോക്കിക്കുക, ഫയലില് സേവാസ് കഴിഞ്ഞിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? ഇവിടെ സേവാസ് കഴിഞ്ഞിട്ട് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അല്ലെ? അപ്പൊ നമ്മളിപ്പോ സേവ് ചെയ്തത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നോക്കണമെങ്കിൽ നമ്മള് ഈ പറഞ്ഞ ഓപ്പണിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ നെയിം ചോദിക്കും, നെയിം ഓഫ് ദ ഫയൽ ചോദിക്കും. അവിടെ നമ്മള് നമ്മളുടെ ഫയലിന്റെ പേര് നമ്മൾ എന്താണോ ടൈപ്പ് നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് ആ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, in the save as dialog box, type the file name and then click on the save button. All presentations are saved with the extension ഒരു dot ഇട്ടിട്ട് .pptx. For example, if you type the name Apple, the file is saved as apple.pptx. നമ്മൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ യൂട്യൂബ് ലിങ്ക് ഇട്ട് തരാറുണ്ട് അല്ലേ? Have you ever watched the YouTube class? ഓക്കെ, ഈ ലിങ്ക് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുക. നമ്മുടെ 4th സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിൽ വരുന്ന നമ്മുടെ യൂട്യൂബ് ലിങ്ക് നോക്കുക. അപ്പം സപ്പോസ് 4th സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ എന്ന് എഴുതിയിട്ട് കുറെ ഒരു കുത്തും പിന്നെ എന്തൊക്കെയോ കുറച്ച് അക്ഷരങ്ങൾ, ഒരു വേർഡ് ആയിട്ടല്ലത്, HYZPQ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അക്ഷരങ്ങളൊക്കെ ആയിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെ വരുന്നത് യൂട്യൂബിന്റെ ഒരു ലിങ്ക് ആണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പവർ പോയിന്റിന്റെ പ്രസന്റേഷൻ സേവ് ചെയ്യുമ്പോൾ നമ്മളിപ്പം സപ്പോസ് നമ്മുടെ ഫയലിൽ സേവ് ചെയ്തേക്കുന്ന ആപ്പിൾ എന്ന പേരാണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. ഈ ആപ്പിൾ എന്ന പേര് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വരുന്നത് ആപ്പിൾ പിന്നെ .pptx എന്ന് പറഞ്ഞാൽ പവർ പോയിന്റ് ആണ്. PP എന്ന് പറയും പവർ പോയിന്റ് എന്നാണ്. ഓക്കെ, TX എന്ത് നെയിം നമ്മൾ കൊടുത്താലും, ഇഫ് വി ആർ ഗിവിംഗ് ദ നെയിം ക്ലാസ് 4 എന്ന പേര് കൊടുത്തെങ്കിൽ നമ്മുടെ ഫയലിൽ അവിടെ സേവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്തായിരിക്കും? class 4.pptx. നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ നിങ്ങളുടേതായ നെയിമിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ നെയിമിൽ വരുന്ന, ഇപ്പൊ സപ്പോസ് ഇവിടെ ദേവപ്രിയ ഇരിപ്പുണ്ട്, ദേവപ്രിയയുടെ പേരിലാണ് സേവ് ചെയ്തെങ്കിൽ ദേവപ്രിയ.pptx എന്ന് വരും. ഓക്കെ, അപ്പൊ പവർ പോയിന്റില് സേവ് ചെയ്യുമ്പോൾ ഫയലിന്റെ കൂട്ടത്തിൽ എന്താണ് കൂടത്തി വരുന്നത്? നെയിമിന്റെ കൂട്ടത്തില് ഡോട്ട്, ഒരു കുത്ത് കിടക്കുന്നുണ്ടല്ലേ ഫുൾ സ്റ്റോപ്പ് പോലെ, അത് നമ്മള് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ഡോട്ട് എന്നാണ് പറയുന്നത്. .pptx. ഓക്കെ, .pptx. അങ്ങനെയായിരിക്കും വരുന്നത്. ഞാൻ അടുത്ത ആഴ്ച ഞാൻ സ്ക്രീൻ മറ്റേ കമ്പ്യൂട്ടറിൽ എടുക്കാം. അപ്പൊ അതിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ല, ഇതിനകത്ത് പവർ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ ലാപ്പിലാണെങ്കിൽ പവർ പോയിന്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഫയൽ നെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻസേർട്ടിങ് എ ന്യൂ സ്ലൈഡ്. പുതിയൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഓപ്പൺ ചെയ്യുന്നതല്ല ഇൻസേർട്ട് ചെയ്യുന്നത്. Just as a book has many pages, your presentation can have many slides. Now we know that if you have one paper, ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ ഒറ്റ എണ്ണേ ഉള്ളൂ, but book means so many pages will be there. This suppose our computer book, see how many pages are there? So many are there, isn't it? Okay, like that way, this PowerPoint presentation also is having many pages. നമ്മുടെ നോട്ട്ബുക്കിൽ കുറെ പേജസ് ഉണ്ട്, നമുക്ക് കുറെ പേജിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നമുക്ക് കുറെ സ്ലൈഡുകൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നിന്റെ കൂട്ടത്തിൽ ഒന്നൊന്നായിട്ട് കുറെ ഉണ്ടാക്കാൻ പറ്റും. To insert a new slide, follow any one of the following steps. Right click on the slide on the slides tab, select the option new slide. എനിക്ക് തോന്നുന്നു ഇതിനി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അടുത്ത ആഴ്ച കാണിച്ചു തന്നെ മനസ്സിലാക്കാം. മറ്റേ ലാപ്പിൽ ചെയ്തിട്ട് കാണിച്ചു തന്നെ മനസ്സിലാക്കാം, അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ എനിവേ ഞാൻ ഒന്ന് പറഞ്ഞു തരാം.
നമുക്ക് പുതിയ സ്ലൈഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് സ്ലൈഡ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെയർ പിൻ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രസന്റേഷൻ ആണ് കേട്ടോ. തലേ കുത്തുന്ന സ്ലൈഡിന് ഹെയർ പിൻ സ്ലൈഡ് എന്ന് പറയല്ലേ, ആ സ്ലൈഡ് അല്ല കേട്ടോ. കമ്പ്യൂട്ടറിലെ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രസന്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദ ഗേൾസ് എല്ലാം തല തൊടാൻ തുടങ്ങി. സ്ലൈഡ് അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു അല്ലേ. ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിക്ക് റൈറ്റ് ക്ലിക്ക്, മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ഓൺ ദി സ്ലൈഡ് ഓഫ് ദ സ്ലൈഡ്സ് ഇൻ ദ സ്ലൈഡ് ടാബ്. സ്ലൈഡ് ടാബ് എന്നുള്ളതില് സ്ലൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, സെലക്ട് ദ ഓപ്ഷൻ ന്യൂ സ്ലൈഡ്. അന്നേരം അവിടെ ഒരു ന്യൂ സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ തന്നിട്ടുണ്ട് ചിത്രത്തില് പേജ് 85 ചിത്രം നോക്കിക്കേ, ലാസ്റ്റ് താഴെയുള്ള പിക്ചർ അതിൽ തന്നെ കണ്ടോ? പേജ് 85 രണ്ടാമത്തെ ചിത്രത്തില് കട്ട കോപ്പി പേസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ലൈഡ് ടാബില് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ വി ഹാവ് ടു ക്ലിക്ക് ഓൺ ദാറ്റ്. Or on the home tab in the slides group, click on the new slide. Home tab il poittaanelum കട്ട പേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേളിൽ കിടക്കുന്നില്ലേ, അവിടെ ആണെങ്കിലും നമ്മള് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഏതിൽ അങ്ങനെ അതിലാണെങ്കിലും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് or press Ctrl plus M keys to insert a new slide. ഇനി അല്ലെങ്കിൽ നമ്മൾ കൺട്രോളും പ്ലസ് എമ്മും കൂടെ പ്രസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് അതിനേക്കാൾ നല്ലത് നമ്മള് ഈ ഹോം ടാബിൽ പോയിട്ട് ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളത് അടുത്ത ആഴ്ച സ്ലൈഡ് ഷോ ഒക്കെ കാണിക്കാനാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റു ലാപ്പിൽ നിന്നും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. ഓക്കെ ദെൻ ബൈ ദെൻ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ക്ലാസ്. ഓക്കെ, ഗോ ആൻഡ് ഹാവ് യുവർ ലഞ്ച്. പോയിട്ട് ഫുഡ് ഒക്കെ കഴിക്കും കേട്ടോ. ഓക്കെ ബൈ.